ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ +1 ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. രണ്ടിലും ഒരേപോലെ വരുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ ചില കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പഠിക്കുന്ന ടോപ്പിക്കുകളും പലതും വ്യത്യാസമുണ്ട്. ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് ഒരു 5-6 മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങളെ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹീറ്റ് ഫ്ലോ, കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്, ഇതിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സിലെ മുഴുവൻ കാര്യങ്ങളും 3-4 ലോകളെ ബേസ് ചെയ്തുകൊണ്ട് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സോ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് തെർമോഡൈനാമിക്സിൻ്റെ 0th ലോയും 1st ലോയുമാണ്. സോ എന്താണ് തെർമോഡൈനാമിക്സിൻ്റെ 0th ലോ? നോക്കണം, 3 സിസ്റ്റങ്ങൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് എ, മറ്റൊന്ന് ബി, വേറൊന്ന് സി. 3 ഗ്യാസുകളാണ് എന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചോളൂ. ഇവിടെ എയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എയും സിയുടെയും രണ്ടാളുടെയും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സെയിം ആവും. ഒരാൾ ഹോട്ടും ഒരാൾ കോൾഡും ആകുമ്പോൾ ഹോട്ടിൽ നിന്ന് കോൾഡിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് രണ്ടാളുടെയും ടെമ്പറേച്ചർ സെയിമായി. ആരൊക്കെ ടെമ്പറേച്ചർ സെയിമായി? എയുടെയും സിയുടെയും. അതേപോലെ ബിയും സിയും തമ്മിലും ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റിയ ഒരു വാളാണ്, കണ്ടക്റ്റിംഗ് വാളാണത്, ഡയാതെർമിക് വാൾ എന്ന് പറയും. അങ്ങനെ ബിയും സിയും ഒരേ ടെമ്പറേച്ചറായി. അപ്പോൾ ആരൊക്കെ ഒരേ ടെമ്പറേച്ചറായി? എയും സിയുടെയും ടെമ്പറേച്ചർ സെയിമായി, ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ സെയിമായി. അങ്ങനെ വന്നാൽ ഈ എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ സെയിം ആയിട്ടുണ്ടാവും. ഇവിടെ എയും ബിയും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു അഡേബാറ്റിക് വാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് ഹീറ്റ് ഒന്നും കണ്ടക്ട് ചെയ്യാത്ത വാളാണ്. പക്ഷേ എയും സിയും തമ്മിൽ ടെമ്പറേച്ചർ ഈക്വലായി, ബിയും സിയും ടെമ്പറേച്ചർ സെയിമായി. അങ്ങനെ വന്നാൽ എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. ഇഫ് ടി എ ഈസ് ഈക്വൽ ടു ടി സി, ടി ബി ഈസ് ഈക്വൽ ടു ടി സി, ദെൻ ടി എ ഈസ് ഈക്വൽ ടു ടി ബി. ശ്രദ്ധിക്കുക, എയും സിയും ടെമ്പറേച്ചർ സെയിം ആയാൽ നമ്മൾ പറയും തെർമൽ ഇക്വിലിബ്രിയമായി. അപ്പോൾ എയും സിയും തെർമൽ ഇക്വിലിബ്രിയം, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായാൽ, സെപ്പറേറ്റ് ആയിട്ടായാൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇത് അവസാനമായി കണ്ടെത്തിയ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഒക്കെ കഴിഞ്ഞ് കണ്ടെത്തിയത് കൊണ്ട്, ഫസ്റ്റ് ലോയേക്കാൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത് കൊണ്ടാണ് 0th ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം നോക്കണം. ഇത് ഒരു സിലിണ്ടറാണെന്ന് കരുതുക. ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഇത് ആ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ആണെന്ന് കരുതിക്കോളൂ. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റിയ ലിഡാണ്, മൂവബിൾ ലിഡാണ് പിസ്റ്റൺ. ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട്. നമ്മൾ ഈ ഗ്യാസിന് നമ്മൾ തെർമോഡൈനാമിക്സിൽ സിസ്റ്റം എന്നല്ലേ പറയാം. നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഹീറ്റ് കൊടുക്കല്ലേ. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂളുകൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഇൻറ്റേർണൽ എനർജി കൂടും. ഒരു സിസ്റ്റത്തിനകത്തെ മോളിക്യൂളുകളുടെ എനർജിയെ, ടോട്ടൽ എനർജി, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കാരണം അവരുടെ ഇൻറ്റേർണൽ എനർജി കൂടും. അങ്ങനെ മോളിക്യൂൾ വന്ന് പിസ്റ്റണിൽ തട്ടി പിസ്റ്റൺ മേലോട്ട് പൊങ്ങും. പിസ്റ്റൺ മേലോട്ട് പൊങ്ങുമ്പോൾ പിസ്റ്റണിന്മേൽ ഫോഴ്സ് കൊടുത്ത് പിസ്റ്റനെ മോളിക്യൂളുകൾ മേലോട്ട് തള്ളുകയാണ്. ഫോഴ്സ് കൊടുത്ത് തള്ളുന്നോ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെ വർക്ക് എന്നല്ലേ ഫിസിക്സിൽ പറയാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഹീറ്റ് കാരണം അവരുടെ ഇൻറ്റേർണൽ എനർജി കൂടുകയും ചെയ്തു, അവർ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൊടുത്ത ഹീറ്റിനെ ഡെൽറ്റ ക്യൂ എന്ന് എഴുതും. ഓക്കെ, ഇൻറ്റേർണൽ എനർജിക്ക് ഉണ്ടായ ചേഞ്ചിന് ഡെൽറ്റ യു എന്ന് എഴുതും, ഇൻറ്റേർണൽ എനർജി യു. ഓക്കെ, പിന്നെ വർക്കിന് തെർമോഡൈനാമിക്സിൽ പ്രഷർ ഇൻറ്റു വോള്യൂം, പി ഡെൽറ്റ വി എന്ന് എഴുതും. ഓക്കെ, ഇക്വേഷൻ പറയാം, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു, എന്തിനൊക്കെ ഉപയോഗിക്കും? ഇൻക്രീസ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു വർക്ക്. ശ്രദ്ധിക്കണം, ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ശ്രദ്ധിക്കുക, യു ഇൻറ്റേർണൽ എനർജിയാണ്, വർക്ക് ഡൺ പി ഡെൽറ്റ വി എന്ന് എഴുതും. വളരെ ചെറിയ വർക്ക് ആകുമ്പോൾ പി ഡി വി എന്നും എഴുതും. ഓക്കെ, സോ 0th ലോയും ഫസ്റ്റ് ലോയും സെറ്റായി കഴിഞ്ഞെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക്സിലെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. തെർമോഡൈനാമിക്സിലെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ, ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥ പറയുന്ന കുറേ ടേമുകളുണ്ട്. ആ ടേമുകൾ നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയും. 2 തരം വേരിയബിൾസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്, എക്സ്റ്റൻസീവ് വേരിയബിൾ, ഇൻറ്റൻസീവ് വേരിയബിൾ. നോക്കണം, ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തു. ആ വെള്ളം കുറച്ച് അപ്പുറത്ത്, അതിൽ നിന്ന് അല്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. രണ്ടിലും വെള്ളമാണ്, ഒന്നിൽ കൂടുതൽ അളവിലുണ്ട്, മറ്റേ കുറഞ്ഞ അളവിലേ ഉള്ളൂ. ആ 2 പാത്രത്തിലെ വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ സെയിം അല്ലേ? 2ൻ്റെയും ഡെൻസിറ്റി സെയിം അല്ലേ? അളവ് മാറിയതുകൊണ്ട്, ആ ക്വാണ്ടിറ്റി മാറിയതുകൊണ്ട് പ്രഷറിനോ ടെമ്പറേച്ചറിനോ ചേഞ്ച് ഉണ്ടോ? ഇല്ല. എന്നാൽ 2ൻ്റെയും മാസ് ഡിഫറൻ്റ് അല്ലേ? ശരിയാണ്. അപ്പോൾ അതേപോലെ 2ൻ്റെയും വോള്യൂം ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ സൈസിനെ, അളവിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഡിപ്പെൻഡ് ചെയ്യാത്തവർ, സൈസ് ഓഫ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ഓഫ് സിസ്റ്റം. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എക്സ്റ്റൻസീവ്. എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം വലിയ പാത്രത്തിൽ മാറ്റി വെച്ചാൽ മാസ് മാറും, വോളിയം മാറും, ഇൻറ്റേർണൽ എനർജി മാറും, ഹീറ്റ് മാറും. എന്നാൽ മാറാതെ നിൽക്കുമ്പോൾ ഏതൊക്കെ? ടെമ്പറേച്ചർ, പ്രഷർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ എല്ലാവർക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, മറ്റൊന്ന് കാര്യം, ഹീറ്റ് അതേപോലെ വർക്ക്, ഇത് പാത്ത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കണം, സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ അല്ല, പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് വേരിയബിൾ ആണ്. ആരൊക്കെ? ഹീറ്റും വർക്കും എന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഡെറിവേഷൻ പഠിക്കാം. നിങ്ങൾ കേട്ടില്ലേ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചു. ക്യാപിറ്റൽ ലെറ്റർ സി എന്നാണ് എഴുതുക. ഗ്യാസുകൾക്ക് 2 തരം സി ഉണ്ട്, സി പി ഉണ്ട്, സി വി ഉണ്ട്. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇതിനെ പറയും മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ പ്രൂവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കും.
എങ്ങനെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു തെർമൽ പ്രോപ്പർട്ടീസിൽ സി പിയുടെ ഇക്വേഷനും സിയുടെ ഇക്വേഷനും പഠിപ്പിച്ചില്ലേ? ഡെൽറ്റ ക്യൂ ബൈ മ്യൂ ഡെൽറ്റ ടി എന്നാണ്. ഇവിടെ പി ഇവിടെ വി എന്ന് എഴുതണം. എന്നിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് ഇവിടെ എഴുതി. ഇവിടെ വോള്യം കോൺസ്റ്റൻറ്റാണ്, അപ്പോൾ ചേഞ്ച് ഇൻ വോള്യം 0 ആണ്. വോള്യം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ചേഞ്ച് ഇൻ വോള്യം 0, അപ്പോൾ ഈ ടേം പോയി. ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഡെൽറ്റ യു ബൈ മ്യൂ ഡെൽറ്റ ടി. ഇവിടെ പി ഡെൽറ്റ വി ബൈ മ്യൂ ഡെൽറ്റ ടി. പി ഡെൽറ്റ വിയെ ഞാൻ മാറ്റി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയില്ലേ? പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. അപ്പോൾ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി. മ്യൂ ആർ ഒക്കെ കോൺസ്റ്റൻ്റ്, അപ്പോൾ ഇതിലൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ. അപ്പോൾ ഈ പി ഡെൽറ്റ വി എന്നതിന് പകരം മ്യൂ ആർ ഡെൽറ്റ ടി ബൈ മ്യൂ ഡെൽറ്റ ടി, പിന്നെ മൈനസ് ഡെൽറ്റ യു ബൈ മ്യൂ ഡെൽറ്റ ടി. ഈ ടേം 0. അപ്പോൾ ഈ ടേമും കട്ട് ചെയ്ത് പോയി. ഇതിനകത്ത് മ്യൂ കട്ട് ചെയ്തു, ഡെൽറ്റ ടി കട്ട് ചെയ്താൽ ആർ. അത്രയേ ഉള്ളൂ. ഓക്കെ, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. സി പി ആയിരിക്കും എപ്പോഴും സി വിയേക്കാളും വലുത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ചൂടാക്കണതെങ്കിൽ ആ കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാനും വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. എന്നാൽ വോള്യം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നതെങ്കിൽ ആ ഹീറ്റ് ഇന്റേണൽ എനർജി കൂട്ടാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവിടെ വോള്യം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വർക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് സി പി സി വിയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. റീസൺ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. ഓക്കെ, അങ്ങനെ മേയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി തെർമോഡൈനാമിക്സിലെ വ്യത്യസ്ത പ്രോസസ്സുകൾ നോക്കുക. കെമിസ്ട്രിയിലും കേട്ടതാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 പ്രോസസ്സുകൾ? ഒന്ന് ഐസോ തെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. ആദ്യം ഐസോ തെർമലും അഡിയബാറ്റിക് ഒന്ന് സെറ്റാക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ കുറച്ചേ പഠിക്കുള്ളൂ. ഐസോ തെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അഡിയബാറ്റിക് പ്രോസസ്സിലോ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. അതായത് എൻ്റെ ആ കണ്ടെയ്നറിൻ്റെ വാളുകളൊക്കെ ഇൻസുലേറ്റിംഗ് വാളുകളായിരിക്കും. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല, അപ്പോൾ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യൂല. ഇത് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഇനി പറ ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. ടിയും കോൺസ്റ്റൻറ്റ്, അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ പി വി റൈസ് ടു ഗാമ. ഗാമ ഓർക്കുണ്ടോ? സി പി ബൈ സി വി അല്ലേ ഗാമ. പി വി റൈസ് ടു ഗാമ ഈക്വൽസ് കോൺസ്റ്റൻറ്റ്. ഐസോ തെർമൽ പ്രോസസ് സ്ലോ പ്രോസസ് ആകുമ്പോൾ ഇത് ഫാസ്റ്റ് പ്രോസസ് ആകും. മെൽറ്റിങ്ങും ബോയിലിംഗ് ഒക്കെ ഐസോ തെർമലാണ്. എന്നാൽ ടയറൊക്കെ പൊട്ടിത്തെറിക്കുന്നത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. ശ്രദ്ധിക്കണം, ഡെൽറ്റ യു 0 ആണ്. എന്താ ഡെൽറ്റ യു? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു 0 ആവും. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു. എന്നാൽ ഇവിടെയോ ഡെൽറ്റ ക്യൂ ഹീറ്റ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഹീറ്റിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഹീറ്റ് 0 ആകുമ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയും. ശ്രദ്ധിക്കുക, ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ പി വി ഗ്രാഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയും. അത് ഈ രൂപത്തിലാണെങ്കിൽ അഡിയബാറ്റിക്കിൻ്റെ പി വി ഡയഗ്രം ഷേപ്പൊക്കെ കണ്ടാൽ ഒരുപാട് തോന്നും. പക്ഷേ പി വി ഡയഗ്രം ഒന്നുകൂടി സ്റ്റീപ്പറായിട്ടാണ് വരിക. അഡിയബാറ്റിക്കിന് ഒന്നുകൂടി താഴോട്ടായിട്ടാണ് വരിക. ഐസോ തെർമൽ ഇങ്ങനെ, അഡിയബാറ്റിക് ഇങ്ങനെ. ഐസോ തെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ ഡിറൈവ് ചെയ്ത് പഠിക്കണം. മ്യൂ ആർ ടി എൽ എന്ന് പറഞ്ഞാൽ ലോഗ് വി 2 ബൈ വി 1. അത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. കുറച്ചെത്തി പറയാം. എന്നാൽ അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണെങ്കിൽ മ്യൂ ആർ ബൈ ഗാമ മൈനസ് 1. മ്യൂ ആർ ബൈ ഗാമ. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ മ്യൂ നമ്പർ ഓഫ് മോൾസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്. മ്യൂ ആർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. ഈ 2 ഇക്വേഷൻസും ഡിറൈവ് ചെയ്ത് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. ഡെറിവേഷനിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. സോ ഐസോ തെർമൽ പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സും സെറ്റ് ആയി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി അടുത്ത 2 പ്രോസസ്സ് നോക്കിയാലോ. ഐസോബാറിക് പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ്. ഇത് വി ബൈ ടി ഈക്വൽസ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ബൈ ടി വോളിയം ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷർ ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി വി ഗ്രാഫ് ഇങ്ങനെ വരും. പ്രഷർ കോൺസ്റ്റന്റ്. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി വി ഗ്രാഫിൻ്റെ ഷേപ്പ് വോളിയം എക്സ് ആക്സിലല്ലേ, അപ്പോൾ ഇങ്ങനെ വരും. ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്നാണല്ലോ. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി. ദ മ്യൂ ആർ ഡെൽറ്റ ടി ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. എന്നാൽ ഐസോകോറിക് പ്രോസസ് ആകുമ്പോൾ വോളിയം കോൺസ്റ്റന്റ്. അപ്പോൾ വർക്ക് ഡൺ പി ഡെൽറ്റ വി. വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡെൽറ്റ വി 0. വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ പ്രധാനപ്പെട്ട തെർമോഡൈനാമിക് പ്രോസസ്സുകളും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളുമാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 2 പ്രോസസ്സുകൾ കൂടി നോക്കാം. സൈക്ലിക് പ്രോസസ്സ്. എന്താ സൈക്ലിക് പ്രോസസ്സ്? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്, ഒരു സിസ്റ്റം, ആ സിസ്റ്റം പല സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി അവസാനം ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരിക. അപ്പോൾ നോക്കട്ടെ, ഇവിടുന്നാണ് തുടങ്ങിയത്. അങ്ങനെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് വോളിയം കൂടി ഇവിടെ എത്തി. പിന്നെ അങ്ങനെ തിരിച്ച് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വോളിയം കുറഞ്ഞു വന്നു. അങ്ങനെ വീണ്ടും പ്രഷർ കൂടി വന്ന് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് എത്തി. പല സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരിക. അതാണ് സൈക്ലിക് പ്രോസസ്സ്. അത് ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, എന്നാൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാലോ
അങ്ങോട്ട് പോയി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ആ സിസ്റ്റം കടന്നുപോയി, പ്രഷർ ഇങ്ങനെ കൂടി വോളി ഇങ്ങനെ കുറഞ്ഞു പോയി, അതേ സ്റ്റെപ്പിലൂടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാതെ ആ പോയ അതേ വഴിക്ക് തന്നെ അതേ സ്റ്റെപ്പുകൾ തന്നെ തിരിച്ചു പിടിക്കുമ്പോഴാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. നോക്കാം, ഇങ്ങനെയായിരുന്നു ആദ്യമുണ്ടായ ആ ചേഞ്ച്, അതേ ചേഞ്ച് തന്നെ തിരിച്ച് ഇങ്ങോട്ട് നടന്നു ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തി. സിസ്റ്റം റിട്ടേൺസ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ് വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ച്. എന്നാൽ ഇതോ സിസ്റ്റം റിട്ടേൺസ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ് ത്രൂ എ നമ്പർ ഓഫ് പ്രോസസ്, പലതരം പ്രോസസ്സുകളിലൂടെ കടന്നുപോയി, എക്സ്പാൻഷൻ, കംപ്രഷൻ ഇതൊക്കെ കടന്നുപോയി അവസാനം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുക. ഓക്കെ, ഇതാണ് സൈക്ലിക് പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ്സും. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഡെറിവേഷൻസ്, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്, വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. ആദ്യം നിങ്ങൾ പറയട്ടെ, ഈ രണ്ട് ഡെറിവേഷനും ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ്. ഇൻ്റഗ്രേഷൻ ആകട്ടെ നമ്മൾ +2 മാത്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും, കുറഞ്ഞ സ്റ്റെപ്പുകളിലാക്കി പഠിക്കും. ടെക്സ്റ്റ് ബുക്കിലും കുറഞ്ഞ സ്റ്റെപ്പുകളിലേക്ക് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ വല്ലാണ്ട് ഡെപ്തിലേക്ക് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഫോർമുല ബൈ ഹാർട്ടാക്കുക. ഫോർമുല μRT log V2/V1, μR by gamma -1 into T1 minus T2. അതായത് ഗാമ -1 ആണ്, T1 minus T2, ഇത് V2/V1. ഇനി വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല P∆V അല്ലേ വർക്ക് ഡൺ. ചെറിയ വർക്കാകുമ്പോൾ P∆V എന്ന് എഴുതും. ചെറിയ വർക്ക് P∆V/dV. ടോട്ടൽ, ഇത് ചെറിയ വർക്കാണ്. ടോട്ടൽ വർക്ക് കാണുമ്പോൾ ഇങ്ങനെ കുറേ P∆Vകൾ ആഡ് ചെയ്ത് പോകുന്നതാണ് ഇൻ്റഗ്രൽ P∆V. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡൺ കാണുമ്പോൾ ഇൻ്റഗ്രൽ P∆V എന്ന് എഴുതണം ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ അങ്ങനെ ഇൻ്റഗ്രൽ P∆V. ഇനി ഇനീഷ്യൽ വോള്യം V1 ഫൈനൽ വോള്യം V2 ആണ്, അത് താഴെയും മേലെ എഴുതി കൊടുക്കണം. V1 to V2 എന്ന് വായിക്കണം. ഇവിടെ അങ്ങനെ തന്നെ V1 to V2. ഞാൻ ഐസോതെർമലിൻ്റെ പ്രോസസ്സിൻ്റെ ആ കേസ് ഒന്ന് നോക്കിയിട്ട് അഡിയബാറ്റിക്കിലേക്ക് വരാം. അപ്പോൾ ഇൻ്റഗ്രൽ V1 to V2 P∆V. ഇനി PV = μRT എന്നല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ P അവിടെ നിർത്തി കഴിഞ്ഞാൽ μRT / V എന്ന് കിട്ടും. അപ്പോൾ ഞാൻ P എന്നതിന് പകരം μRT/V എന്ന് എഴുതി. ഓക്കെ, μRT/V എന്ന് എഴുതുമ്പോൾ അതിൽ μRT കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രൽ സൈൻ്റെ അപ്പുറത്ത് 1/V/dV എന്ന് വരും. എല്ലായിടത്തും V1 V2 എഴുതി കൊടുക്കുക. ഇത്രയും എഴുതിയ ശേഷം പഠിച്ചു വെച്ച ഫോർമുല എഴുതി വെക്കുക, μRT log V2/V1. അത്ര മതി, നമുക്ക് ആ ഡെറിവേഷൻ്റെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യും. എന്നാൽ അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് ഞാൻ മാർഗ്ഗം പറഞ്ഞുതരാം. ഇവിടെ P∆V എന്ന് എഴുതി കഴിഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസിൻ്റെ ഇക്വേഷൻ PV⁻γ = കോൺസ്റ്റൻറ്റ് എന്നല്ലേ, കോൺസ്റ്റൻറ്റിനെ K എന്ന് എഴുതി. അപ്പോൾ P അവിടെ നിർത്തിയാൽ കോൺസ്റ്റൻറ്റ് K/V⁻γ. അപ്പോൾ ഇവിടെ P എന്നതിന് പകരം ഞാൻ K/V⁻γ എന്ന് എഴുതി. K കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ V⁻γ ഡിനോമിനേറ്ററിലല്ലേ, അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ V⁻−γ എന്നാവില്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു റൂള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ V⁻−γ എന്ന് വന്നാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ -γയുടെ കൂടെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ആ അതേ പവർ ഡിനോമിനേറ്ററിലും എഴുതണം. അപ്പോൾ V⁻−γ +1 / -γ+1. ഒക്കെ ഈ V1 to V2 ആണ് ഇൻ്റഗ്രൽ സൈൻ്റെ കൂട്ടത്തിലൊക്കെ അത് V1 to V2 എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെയും ഫ്രം V1 to V2 എന്ന് ഇവിടെ എഴുതി കൊടുക്കും. ഇത്രയും സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഈ K നമ്മൾ അതേപോലെ ഈ -γ+1 അതിന് ഞാൻ 1 - γ എന്ന് ഇങ്ങോട്ട് എഴുതി. എന്നിട്ടപ്പോൾ ഈ V⁻−γ+1 ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. അല്ല, കഴിയുന്നവർ ഇൻ്റഗ്രേഷൻ അറിയാവുന്നവരത് പഠിക്കും ചെയ്യുക. ഈ ഒരു 4 വരെ എഴുതി കൂടെ, ഇൻ്റഗ്രൽ P∆V K/V⁻γ/dV. K പുറത്തേക്ക് എടുക്കുക, ഡിനോമിനേറ്ററിലെ V⁻γ V⁻−γ എന്ന് എഴുതി. എന്നിട്ട് -γ+1 / -γ+1. ഇത്രയും എഴുതി. ഇനി ഇൻ്റഗ്രേഷൻ അറിയുന്നവർക്കേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, കുറച്ചുകൂടി സ്റ്റെപ്പ് പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ഫോർമുല എഴുതി വെക്കുക, ഇത്രയാണ് പഠിക്കാൻ കഴിയണമെങ്കിൽ. അല്ല, ഈ ഫോർമുല അറിയാവുന്നവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നോക്കണം, μR/γ-1 × T1 - T2 അല്ലേ. ആ μR/γ-1 × T1 - T2 എന്ന് പറയുമ്പോൾ μR_T1 - μR_T2, μR_T1 - μR_T2. ഓക്കെ, അതേപോലെ PV = μRT എന്നല്ലേ. അപ്പോൾ μR_T1 എന്നതിനെ P1 V1 എന്ന് എഴുതാം, μR_T2 P2 V2 എന്ന് എഴുതാം. ശരിക്കും ഇതിങ്ങനെ ചെയ്തു പോകുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പാണ്. അത് മനസ്സിലാക്കി പഠിക്കാൻ ഈ വൈകിയ വളരെ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല പഠിച്ചാൽ അതിന് തൊട്ട് മുമ്പുള്ള 2 സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ 5 or 6 സ്റ്റെപ്പുകളിലായിക്കൊണ്ട് ഈ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡെറിവേഷൻ വൃത്തിയായി പഠിക്കണം. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ PV ഗ്രാഫിൽ നിന്ന് എങ്ങനെ വർക്ക് ഡൺ കാണാം? PV ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ കിട്ടും. ഇൻഡിക്കേറ്റർ ഡയഗ്രാം, PV ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ പ്രോസസ്സുകളുടെയും PV ഗ്രാഫ് വരച്ചിരിക്കുക. ഐസോബാറിക് പ്രോസസ് ആകുമ്പോൾ ഇങ്ങനെ വരും, ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ താഴ്ഭാഗത്തിന് ഏരിയ കിട്ടുക ഐസോബാറിക് പ്രോസസ്സിനല്ലേ. ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫ് ഇതാ. അപ്പോൾ ആ ഗ്രാഫിന് താഴെ ആയിരിക്കൂലേ വലിയ ഏരിയ. അപ്പോൾ വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വലിയ വർക്ക്.
പിന്നെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ താഴെയുള്ള ഏരിയ കൂടുക. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരിക. പിന്നെ അതിനേക്കാൾ കുറവായിരിക്കും അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക്. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് 0 ആണല്ലോ. അപ്പോൾ ഏത് പ്രോസസ്സിലാണ് വർക്ക് ഡൺ മാക്സിമം? ഐസോബാറിക്, അത് കഴിഞ്ഞാൽ ഐസോതെർമൽ, അത് കഴിഞ്ഞാൽ അഡിയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഒരു ലൂപ്പായിട്ടല്ലേ വരിക. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ കാണുമ്പോൾ സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ വർക്ക് ഡൺ കാണാൻ ഈ ലൂപ്പിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഈ ലൂപ്പ് റെക്റ്റാങ്കിളാണ്, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനിയിപ്പോൾ പി വി ഡയഗ്രത്തിൽ ലൂപ്പ് ഇങ്ങനെ ട്രയാങ്കിൾ ആണെങ്കിലോ അപ്പോൾ ഹാഫ് BH, സർക്കിൾ ആണെങ്കിലോ πr². ഈ രീതിയിലൊക്കെ ആ ലൂപ്പിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് വർക്ക് ഡൺ കാണാൻ സാധിക്കും. സോ പി വി ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെ വർക്ക് ഡൺ കാണാം എന്ന് സെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എനർജിയെ വർക്കാക്കി മാറ്റും. പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഒക്കെ കണ്ടില്ലേ? ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി മാറ്റുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് അത് തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോയെ ബേസ് ചെയ്താണ്. സെക്കൻഡ് ലോ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് സിമ്പിളായി പഠിക്കാൻ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കണം. ഹീറ്റ് എഞ്ചിന് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ വാഹനങ്ങളൊക്കെ പെട്രോൾ, വേപ്പർ, അതേപോലെ എയറൊക്കെ ചേർന്നൊരു മിക്സറാണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ട് റിസർവോയർ, ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഹോട്ട് റിസർവോയറാണ് സോഴ്സ്. ആ സോഴ്സിൽ നിന്ന് ഹീറ്റ് Q1 ഹീറ്റ് വലിച്ചെടുക്കും. സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക്, ഇതാണ് 3 ഭാഗങ്ങൾ ഹീറ്റ് എഞ്ചിൻ്റെ. സോഴ്സ് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറാണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞ കോൾഡ് റിസർവോയറാണ്. ഇത് ഹോട്ട് ആണെങ്കിൽ ഇത് കോൾഡ് ആണ്. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1, സിങ്കിൻ്റെ T2. ഇത് ഹോട്ട് ബോഡി, കോൾഡ് ബോഡി. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കും. എത്ര ഹീറ്റ്? Q1. എന്നിട്ട് ആ വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യും. ബാക്കി വരുന്ന റിമൈനിങ് ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കും. എങ്ങനെ? Q1 ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും, വർക്ക് ചെയ്യും, എന്നിട്ട് Q2 ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കും. ഓക്കെ, ഇതാണ്. അപ്പോൾ Q1 ഇസ് ഈക്വൽ ടു, ഈ ഹീറ്റ് കൊണ്ട് എന്തൊക്കെ പണിയുണ്ട്? വർക്കും ഉണ്ട്, ബാക്കി വരുന്നത് Q2. അപ്പോൾ Q1 ഇസ് ഈക്വൽ ടു W + Q2 എന്ന് പറയാം. നമുക്കിനി ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗത്ത് സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം, തെർമോഡൈനാമിക്സിൽ നിന്ന് ഇത് പഠിക്കാതെ പോകരുത്, കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാം ഇത്. കാർനോട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിസൈൻ ചെയ്ത യാതൊരു ഡിഫക്റ്റുകളും ഇല്ലാത്ത ഒരു ഐഡിയൽ ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനാണ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ്, ഒരു സൈക്ലിക് പ്രോസസ്സ് ഒക്കെ നടക്കുന്ന ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് കാർനോട്ട് സൈക്കിൾ എന്ന പേരുള്ള ഒരു സൈക്ലിക് പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ എക്സാമിന് എപ്പോഴും കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദ്യം വരും. അപ്പോൾ ആദ്യം കാർനോട്ട് എഞ്ചിൻ്റെ ആ കാർനോട്ട് സൈക്കിളിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കുക. PV ഡയഗ്രാം. ആദ്യം AB എന്നുള്ള പ്രോസസ്സ്, പിന്നെ BC, പിന്നെ CD, അത് കഴിഞ്ഞ് DA. ഓക്കെ, AB എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ, BC അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഇനി കംപ്രഷനാണ്, വോളിയം കുറയാം നോക്കണോ. അപ്പോൾ അത് CD ഐസോതെർമൽ കംപ്രഷൻ, അതേപോലെ DA അഡിയാബാറ്റിക് കംപ്രഷൻ. ശ്രദ്ധിക്കണേ, ഈ 4 പ്രോസസ്സുകൾ ഏതൊക്കെയെന്ന് എഴുതാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ P1 V1 T1, ഇവിടെ P2 V2 T1. എന്താ T1? ഐസോതെർമൽ ആകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. അഡിയാബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു, 3ഉം ചേഞ്ച് ചെയ്തു, പ്രഷറും വോളിയം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്തു. വീണ്ടും ഐസോതെർമൽ കംപ്രഷനാണ്, അവിടെ ടെമ്പറേച്ചർ ഇവിടെ T2 ആണ്, ഇവിടെയും ടെമ്പറേച്ചർ T2, ടെമ്പറേച്ചർ മാറണില്ല. ഓക്കെ, അതാണ് ഈ 4 പ്രോസസ്സുകൾ കാർനോട്ട് സൈക്കിളിൽ നടക്കുന്നത്. ഇനി ഈ കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിങ്ങിലെ കാർനോട്ട് സൈക്കിളിലെ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ വർക്ക് ഡൺ μR T1 log V2/V1. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെയും അതേപോലെ അഡിയാബാറ്റിക് കംപ്രഷൻ്റെയും വർക്ക് ആഡ് ചെയ്ത 0. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്കും ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്കും, ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്കും ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്കും കൂടി ആഡ് ചെയ്താൽ μR T1 log V2/V1, പിന്നെ മൈനസ് സൈൻ ഇട്ട് μR T2 log V3/V4. അത് രണ്ടും കൂടി ചേരുമ്പോൾ ആ കാർനോട്ട് സൈക്കിളിലെ ടോട്ടൽ വർക്കായി. ഇനി എക്സാമിന് ധാരാളം തവണ പ്രോബ്ലം വന്നതാണ് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കാണാം. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1. 1 - T2 സിങ്കിൻ്റെ ടെമ്പറേച്ചർ, T1 സോഴ്സിൻ്റെ ടെമ്പറേച്ചർ. എപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബ്ലത്തിൽ സിങ്കിൻ്റെ സോഴ്സിൻ്റെ എന്നൊന്നും പറഞ്ഞോളണമെന്നില്ല. തന്ന ടെമ്പറേച്ചറുകളിൽ ചെറിയ ടെമ്പറേച്ചറാണ് T2, അതാണ് സിങ്കിൻ്റെ. വലിയ ടെമ്പറേച്ചറാണ് T1. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, T1ഉം T2ഉം കെൽവിനിലായിരിക്കണം. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. പിന്നെ അതേപോലെ Q2 Q1 ഓർമ്മയുണ്ടോ? Q1 എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ്, സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ് Q2. Q2/Q1 is also equal to T2/T1. കാർനോട്ട് എഞ്ചിനിൽ അങ്ങനെയുണ്ട്, Q2/Q1ഉം T2/T1 റേഷ്യോ ഈക്വൽ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചും പ്രോബ്ലം ചോദിക്കും. എഫിഷ്യൻസി ശതമാനത്തിൽ കാണുമ്പോൾ 1 - T2/T1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് എഫിഷ്യൻസി കിട്ടും. ശ്രദ്ധിക്കുക, പലതവണ എക്സാമിൽ ചോദിച്ചു, എഫിഷ്യൻസി ഒരിക്കലും 1 ആവില്ല, അല്ലെങ്കിൽ 100% ആവില്ല. നോക്കണം, ഇതിൻ്റെ ആൻസർ 1 എന്ന് കിട്ടണം. എഫിഷ്യൻസി നമുക്ക് 1 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1 - T2/T1 ചെയ്യുമ്പോൾ 1 കിട്ടണമെങ്കിൽ T2 എന്ന് പറയുന്ന ആൾ 0 ആവണ്ടേ. നല്ല 0/T1 0. അപ്പോൾ 1 - 0 1.
T2 ഒരിക്കലും 0 ആവില്ല. T2 പറഞ്ഞാൽ എന്താ? സിങ്കിൻ്റെ ടെമ്പറേച്ചർ. അത് 0 കെൽവിൻ. 0 കെൽവിൻ എന്ന ടെമ്പറേച്ചറിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയും? നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണോ 0 കെൽവിൻ? അല്ല. അപ്പോൾ അതുകൊണ്ട് T2 ഒരിക്കലും നമുക്ക് 0 കെൽവിൻ ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് എഫിഷ്യൻസി ഒരിക്കലും 100% ആവില്ല, അല്ലെങ്കിൽ 1 ആവില്ല എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇപ്പോൾ എഫിഷ്യൻസി ഒരിക്കലും വിട്ടുപോകരുത്. എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം എക്സാമിന് വന്നതായി കാണാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി പഠിച്ചാൽ ചാപ്റ്റർ തീർന്നോളാം. സെക്കൻഡ് ലോക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞാൽ, നിങ്ങൾ സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കില്ല, Q1 ഹീറ്റ്. അതെ, ആ വലിച്ചെടുത്ത ഹീറ്റ് മുഴുവനായും വർക്കാക്കി മാറ്റും, ഒരു വേസ്റ്റേജും ഇല്ലാതെ വലിച്ചെടുത്ത ഹീറ്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി വർക്കാക്കി മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. ഓക്കെ, അബ്സോർബ് ചെയ്ത ഹീറ്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയി വർക്കാക്കാൻ ഒരിക്കലും കഴിയില്ല. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദി അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. അബ്സോർബ് ചെയ്യുക, എന്നിട്ടോ ആൻഡ് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ദാറ്റ് ഹീറ്റ് ഇൻ ടു വർക്ക്. അതൊരിക്കലും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ കഴിഞ്ഞാൽ Q2 തിരിച്ച് ആ സിങ്കിലേക്ക് കൊടുക്കാൻ ഹീറ്റ് ഉണ്ടാവില്ല. Q2 0 ആവും. അപ്പോൾ Q2 ഒക്കെ 0 ആയി കഴിഞ്ഞാൽ ആ Q2/Q1 is equal to T2/T1. Q2 0 ആയി കഴിഞ്ഞാൽ എഫിഷ്യൻസി നമുക്ക് എന്താക്കി 1 ആയി പോകും. എഫിഷ്യൻസി ഒരിക്കലും 1 ആവില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എഫിഷ്യൻസി ഒരിക്കലും 1 അല്ലെങ്കിൽ 100% ആവില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു പൊരുൾ, അതിൻ്റെ അർത്ഥം. എഫിഷ്യൻസി ഒരിക്കലും 1 ആവില്ല, 100% ആവില്ല എന്ന് പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ലോ. ഏതാ സ്റ്റേറ്റ്മെൻറ്റ്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡിയിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ കഴിയില്ല. സാധാരണ ഹോട്ട് ബോഡിയിൽ നിന്ന് ചൂട് വലിച്ചെടുത്തിട്ട് കോൾഡ് ബോഡി കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നോട്ട് പ്രോസസ് ഈസ് പോസിബിൾ ഹു സോൾ റിസൾട്ട് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം കോൾഡർ ഒബ്ജക്റ്റ് ടു ഹോട്ടർ ഒബ്ജക്റ്റ്. കോൾഡർ ഒബ്ജക്റ്റ് ഒന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് സാധ്യമല്ല. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പൊക്കെ നമുക്ക് ആവശ്യമാണ്. വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി ഈ പ്രോസസ്സ് പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. 2 ലോകളുടെയും 2 സ്റ്റേറ്റ്മെൻറ്റുകളും വൃത്തിക്ക് പഠിക്കുക. സോ തെർമോഡൈനാമിക്സ് എന്നുള്ള ഈ ചാപ്റ്റർ നമ്മൾ സിമ്പിളായി കുറഞ്ഞ സമയം കൊണ്ട് ക്വിക്കായി റിവൈസ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായി വൃത്തിയായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.